LDF-നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ തെരഞ്ഞെടുപ്പിലും നയിക്കും. CPM പോളിറ്റ് ബ്യൂറോയിലാണ് തീരുമാനം. നിർണായകമായ പല തീരുമാനങ്ങൾ വന്നിട്ടുണ്ട്. 4-5 ദിവസത്തിനകം തന്നെ സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ച തീരുമാനങ്ങൾ പുറത്തേക്ക് വരും. ആരെവിടെ മത്സരിക്കുമെന്ന കാര്യത്തിൽ 4-5 ദിവസത്തിനകം തീരുമാനമുണ്ടാകും എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ടായിരുന്നു MA ബേബി പോളിറ്റ് ബ്യൂറോ യോഗത്തിന് ശേഷം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം മാധ്യമങ്ങൾ ചോദിച്ചത് പിണറായി വിജയൻ നയിക്കുമോ 3ാം തവണ മത്സരത്തിനിറങ്ങുമ്പോൾ എന്നുള്ളതാണ്. പിണറായി തന്നെ നയിക്കുമെന്നുള്ളതായിരുന്നു മറുപടിയായി MA ബേബിയിൽ നിന്ന് വന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുഖ്യമന്ത്രി മത്സരിക്കുമോ എന്ന കാര്യത്തിൽ ഉടൻ തീരുമാനമുണ്ടാകും. ആ ചോദ്യവും ഉണ്ടായപ്പോഴും മറുപടി അതുതന്നെയായിരുന്നു. 4-5 ദിവസത്തിനുള്ളിൽ തീരുമാനമുണ്ടാകും എന്നുള്ളതാണ് ജനറൽ സെക്രട്ടറി MA ബേബി പ്രതികരിച്ചത്. VS രഞ്ജിത്ത് വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. VS രഞ്ജിത്ത്, ഒരിടത്ത് തുടർ ഭരണപക്ഷമാകാൻ മറ്റൊരിടത്ത് തുടർ പ്രതിപക്ഷമാകാതിരിക്കാൻ ഇത്ര ടൈറ്റ് ഒരു രാഷ്ട്രീയ പോരാട്ടം നിൽക്കുന്നതിനിടയിൽ ഒരു നേതൃമാറ്റം എന്നതൊന്നും ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറമാണ്. അത്തരം ചില അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അങ്ങനെ സംഭവിക്കില്ല എന്നത് തന്നെയായിരുന്നില്ലേ? മാധു, തീർച്ചയായിട്ടും CPM-നെ സംബന്ധിച്ച് ഇപ്പോൾ അവരെ നയിക്കാൻ മറ്റൊരു നായകൻ ഇല്ല എന്നുള്ളതാണ്. അത് കപ്പിത്താൻ എന്നോ ക്യാപ്റ്റൻ എന്നോ ഏതർത്ഥത്തിൽ എങ്ങനെ പ്രയോഗിച്ചാലും, ഇരട്ടച്ചങ്ങനെന്ന് പ്രയോഗിച്ചാലും, വിശേഷണങ്ങൾ ഏത് കൊടുത്താലും CPM-നെ സംബന്ധിച്ച് അവർക്കൊരു തുടർഭരണം ആവശ്യമുണ്ട് എങ്കിൽ CPM-നെ നയിക്കാൻ പിണറായി വിജയനിൽ കവിഞ്ഞ് മറ്റൊരാളില്ല എന്നുള്ള പാർട്ടിയുടെ വിലയിരുത്തലിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പിണറായി വിജയൻ തന്നെ അടുത്ത തെരഞ്ഞെടുപ്പിനെയും നയിക്കട്ടെ എന്ന് തീരുമാനിക്കുന്നത്. CPM-നെ സംബന്ധിച്ച് ഇത് ഇദംപ്രദമായി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. CPM-ന്റെ ചരിത്രം പരിശോധിച്ചാൽ, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാരുടെ ചരിത്രം പരിശോധിച്ചാൽ ഇത്തരത്തിൽ കേരളത്തിൽ ബംഗാളിൽ സംഭവിച്ചിട്ടുണ്ടാവാം, പക്ഷേ കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും ദീർഘകാലം കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ആയിരുന്ന അത് ഇപ്പോൾ EK നായനാരാണെങ്കിൽ പോലും 2 ടേം മുഖ്യമന്ത്രിയായത് 2 തവണയായി 2 സമയങ്ങളിലാണ്. അതൊന്ന് 97 കാലഘട്ടത്തിലാണെങ്കിൽ പിന്നീട് 2000-ലാണ്. അങ്ങനെ പല സമയത്തായി EK നായനാർ വന്നിട്ടുണ്ട്, 2 സമയത്തായി EMS നമ്പൂതിരിപ്പാട് വന്നിട്ടുണ്ട്. പക്ഷേ പിണറായി വിജയൻ ഇതാ തുടർച്ചയായി 3ാം തവണയും ഒരു തെരഞ്ഞെടുപ്പിനെ നയിക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ്. VS അച്യുതാനന്ദൻ 2 തവണ നയിച്ചു, 1 തവണ അദ്ദേഹം പ്രതിപക്ഷ നേതാവായി. അതിൽ 3ാം തവണയും സർക്കാർ അധികാരത്തിലേക്ക് വരും എന്ന് CPM ഉറച്ച് വിശ്വസിക്കുകയും ചെയ്യുന്നു. ഈ ഘട്ടത്തിൽ പക്ഷേ ഒരു റിസ്ക് എടുക്കാൻ CPM തയ്യാറല്ലാത്തത് ഭരണവിരുദ്ധ വികാരമുണ്ട് എങ്കിൽ അതിനെ മറികടക്കാനും ഒരു ഉറച്ച ഭരണം കാഴ്ചവെക്കുന്ന ഒരു നായകനെ മുന്നോട്ട് വെക്കുക എന്നുള്ളത് മാത്രമാണ് CPM-ന് മറുപടിയായിട്ടുള്ളത്. അതായത് ഞങ്ങൾ ഇതാ ഒരു സുസ്ഥിരമായ ഭരണം മുന്നോട്ട് വെക്കുന്നു, ആ സുസ്ഥിര ഭരണത്തിന് ഒരു സുസ്ഥിരനായ നായകൻ ഞങ്ങൾക്കുണ്ട്. അത് ഏത് പേരിൽ വിശേഷിപ്പിച്ചാലും അദ്ദേഹത്തിൻ്റെ നായകത്വം കേരളം അംഗീകരിച്ചിട്ടുള്ളതാണ്. അത് കോവിഡ് കാലത്തോ പ്രളയകാലത്തോ കേരളം പ്രതിസന്ധി നേരിട്ട പല കാലഘട്ടങ്ങളിലും ആ നായകത്വം അംഗീകരിച്ചിട്ടുണ്ട്. അത് തുടരട്ടെ എന്ന വാക്കുകളൊന്നും വിസ്മരിക്കാനേ കഴിയുന്നതല്ല. ആ നിലയ്ക്ക് നമ്മൾ ഒന്നിച്ചിറങ്ങുകയല്ലേ എന്ന് പാർട്ടിയോടും പറയാൻ കഴിയുന്ന നേതാവ് എന്നുള്ളതാണ് പിണറായി വിജയന്റെ സംഘടനാ നേതൃത്വത്തിന്റെ സവിശേഷത എന്ന് പറയുന്നത്. സായ് കുമാർ വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. സായി, പാർട്ടിയെ അതിന്റെ സംഘടനാ മെഷീനറിയെ കൃത്യമായി ചലിപ്പിക്കാൻ കഴിയുന്ന ഒരൊറ്റ വാക്കുകൊണ്ട് അണികളെ അമ്പാടും നിരത്താൻ കഴിയുന്ന ഒരു നേതാവ് പിണറായി വിജയൻ, അപ്പുറത്തേക്ക് പാർട്ടിക്ക് മറ്റൊരാളില്ല. മാധു, അത് തന്നെയാണ്. പിണറായി വിജയൻ അല്ലാതെ മറ്റാര് എന്നുള്ളത് നേരത്തെ തന്നെ ഉറപ്പായിരുന്നു. അദ്ദേഹത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെയായിരിക്കും, പടനായകനായി പിണറായിയെ തീരുമാനിച്ചുകൊണ്ട് തന്നെയായിരിക്കും ഇടതുപക്ഷം ഈ ഒരു മഹായുദ്ധത്തിലേക്ക് ഇറങ്ങുക എന്ന് ഉറപ്പായിരുന്നു. ഒരിക്കൽ കൂടി ആ പാർട്ടി ആ തീരുമാനം എടുത്തിരിക്കുന്നു. പിണറായി വിജയന്റെ നേതൃപാഠവും അത് സൂചിപ്പിച്ചതുപോലെ ഒരു വാക്കിൽ എണ്ണയിട്ട യന്ത്രം പോലെ ആ സംഘടനാ സംവിധാനത്തെ ചലിപ്പിക്കാൻ ഇന്ന് കേരളത്തിൽ, ഇന്ത്യയിൽ തലമുതിർന്ന ഒരു നേതാവ് എന്നുള്ളത് പിണറായി വിജയൻ തന്നെയാണ്. മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ അദ്ദേഹം നേതൃത്വം കൊടുത്ത ആ വികസന കാഴ്ചപ്പാടുമായി തന്നെയാണ് LDF ഇത്തവണ ജനങ്ങളിലേക്ക് 3ാം വട്ടവും തുടർഭരണം വേണം എന്ന ആവശ്യവുമായി ഇറങ്ങുന്നത്. അവിടെ അവർക്ക് മുന്നോട്ട് വെക്കാവുന്നത്, അവർക്ക് ഉയർത്തി കാണിക്കാവുന്നത് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയെ തന്നെയാണ്. മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം നേതൃത്വം കൊടുത്ത വികസന പദ്ധതികളെയാണ്, അദ്ദേഹം നടപ്പാക്കിയ വിവിധങ്ങളായിട്ടുള്ള പരിപാടികളെയാണ്. അതെല്ലാം പറഞ്ഞുകൊണ്ട് തന്നെയാണ് ജനങ്ങൾക്കിടയിലേക്ക് ഇപ്പോൾ വീണ്ടും ഇടതുപക്ഷം ഇറങ്ങുന്നത്. അവിടെ ഇടതുപക്ഷത്തിന്റെ LDF-ന്റെ മുഖം പിണറായി വിജയൻ തന്നെ ആയിരിക്കും എന്ന് ഏറെക്കുറെ ഉറപ്പായിരുന്നു. ഇന്ന് ഡൽഹിയിൽ ചേർന്ന പോളിറ്റ് ബ്യൂറോ യോഗവും ആ നിർണായകമായ തീരുമാനം തന്നെയാണ് എടുത്തിട്ടുള്ളത്. വിവരങ്ങൾ നൽകിയത്. പോളിറ്റ് ബ്യൂറോ യോഗത്തിന് ശേഷം പാർട്ടി സെക്രട്ടറി MA ബേബി മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് ഈ കാര്യങ്ങളിൽ ഒരു കൃത്യത വന്നത്. PR സുനിൽ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായുണ്ട്. സുനിൽ, ഇതിൽ യാതൊരു തർക്കവുമില്ലാതെ, പോളിറ്റ് ബ്യൂറോയിൽ യാതൊരു തർക്കവുമില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട പേര് തന്നെയല്ലേ പിണറായി വിജയന്റേത്?
അത് തീർച്ചയായും ഇക്കാര്യത്തിൽ യാതൊരു എതിരഭിപ്രായവുമില്ല. പോളിറ്റ് ബ്യൂറോ ഏകകണ്ഠേനയായി ഇക്കാര്യത്തിൽ ഒരു യോജിച്ച തീരുമാനത്തിലേക്ക് എത്തി എന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും പിണറായി വിജയൻ തന്നെയാണ് ഇടതുപക്ഷത്തെ CPIM-നെ ഈ തെരഞ്ഞെടുപ്പിൽ നയിക്കാൻ പോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അക്കാര്യം വളരെ വ്യക്തമായി തന്നെ CPIM ജനറൽ സെക്രട്ടറി MA ബേബി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. പിണറായി വിജയൻ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ നയിക്കാൻ പോകുന്നത്. അദ്ദേഹം മത്സരിക്കുമോ എന്ന ചോദ്യത്തിന് ആവർത്തിച്ചുള്ള ആ ചോദ്യത്തിന് 5 ദിവസത്തിനകം 4-5 ദിവസത്തിനകം ഇക്കാര്യത്തിൽ നിങ്ങൾക്ക് വ്യക്തത വരും. എല്ലാ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിലും തീരുമാനം ഉടൻ ഉണ്ടാകും എന്നാണ് MA ബേബി വ്യക്തമാക്കിയത്. ജില്ലാ കേന്ദ്രങ്ങളിൽ നിന്ന് നൽകുന്ന പേരുകളിൽ പിന്നീട് സംസ്ഥാന ഘടകം അന്തിമ തീരുമാനമെടുക്കും. അപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ മത്സരിക്കുമോ എന്ന ചോദ്യത്തിന് അങ്ങനെ ആവർത്തിച്ച് മറുപടി നൽകുന്ന സാഹചര്യമായിരുന്നു. അപ്പോഴും വളരെ കൃത്യമായി തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ജനകീയനായ ഇടതുപക്ഷത്തിന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ തന്നെയാണ് വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ നയിക്കാൻ പോകുന്നത് എന്നത്. അപ്പോൾ അക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പിണറായിയുടെ നേതൃത്വത്തിൽ തന്നെയാണ് തെരഞ്ഞെടുപ്പിനെ ഇടതുപക്ഷം നേരിടാൻ പോകുന്നത്, CPIM നേരിടാൻ പോകുന്നത്. അക്കാര്യത്തിൽ പോളിറ്റ് ബ്യൂറോ അംഗീകാരം നൽകിയിരിക്കുന്നു. ഏതായാലും പിണറായി വിജയൻ അടക്കം ആരൊക്കെ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് സ്ഥാനാർത്ഥിയാകും എന്ന കാര്യത്തിലാണ് ചോദ്യങ്ങൾ ആവർത്തിച്ച് ഉണ്ടായതെങ്കിൽ പോലും അത് MA ബേബി വ്യക്തമാക്കിയില്ല. അത് സംസ്ഥാന ഘടകത്തിന്റെ ഉത്തരവാദിത്വമാണ്. ഈ പാർട്ടിയിൽ ഒരു സംവിധാനമുണ്ട്, ഒരു സിസ്റ്റമുണ്ട്. അപ്പോൾ ആ സിസ്റ്റം അനുസരിച്ചായിരിക്കും ഇത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ വരിക എന്നാണ് പറഞ്ഞത്. വിവരങ്ങൾ നൽകിയത് ഒരൊറ്റ പേരാണ് പോളിറ്റ് ബ്യൂറോ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പിണറായി വിജയനാണ് 3ാം യുദ്ധത്തിൽ ഇടതുപക്ഷത്തെ നയിക്കുക എന്ന തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നു. പിണറായി വിജയനാണ് തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ നയിക്കുക. മത്സരിക്കുമോ എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി ഈ ഘട്ടത്തിൽ വന്നിട്ടില്ല. 4-5 ദിവസത്തിനകം തീരുമാനം എന്നുള്ളതാണ്. എന്നിരുന്നാലും ഏറ്റവും പ്രാധാന്യമേറുന്ന രാഷ്ട്രീയ യുദ്ധത്തിൽ CPM-നെ നയിക്കാൻ വീണ്ടും പിണറായി വിജയൻ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു.